വെൽക്കം ടു സൈലം SSC-RRB. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. NTPC പോസ്റ്റുകളിൽ വളരെയധികം ആസ്പിറൻസ് എയിം ചെയ്യുന്ന ഒരു പോസ്റ്റാണ് സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ജോബ് പ്രൊഫൈലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ജോബ് പ്രൊഫൈൽ ആയാലും എന്തൊക്കെയാണ് പ്രൊമോഷൻസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. റെഡിയാണോ? അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ്. ഇതൊരു പേ ലെവൽ 6 വരുന്ന ജോബാണ് നമ്മുടെ സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്നത്. പേ ലെവൽ 6 ആണ് വരുന്നത്. ഇനീഷ്യൽ പേ വരുന്നത് 35,400 ആണ്. അതായത് ഒരു ബേസിക് പേ എന്ന് പറയുന്നത് 35,400 ആണ്. മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് വരുന്നത് A2 മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ്. A2 മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോ ഓൾറെഡി നമ്മുടെ ഈ ചാനലിൽ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് വീഡിയോസിന്റെ ലിസ്റ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക കേട്ടോ. 18-നും 36-നും 18 വയസ്സിനും 36 വയസ്സിനും ഇടയിലുള്ള ആസ്പിറൻസിനാണ് ഈ എക്സാം എഴുതാനായിട്ട് സാധിക്കുന്നത്. ആകെ ടോട്ടൽ വേക്കൻസി എല്ലാ RRBസും വെച്ച് നോക്കുമ്പോൾ ടോട്ടൽ വേക്കൻസി വരുന്നത് 994 ആണ് എന്നുള്ള കാര്യം ആലോചിക്കുക. നമ്മുടെ NTPC ഗ്രാജുവേറ്റ് പോസ്റ്റിന്റെ ടോട്ടൽ വേക്കൻസി വരുന്നത് എത്രയാണ്? ഗ്രാജുവേറ്റ് പോസ്റ്റിന്റെ ടോട്ടൽ വേക്കൻസി വരുന്നത് 8113 ആണെന്നുള്ള കാര്യം ആലോചിക്കുക. ഇനി ഇതിന്റെ ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ 14/9/2024 ആയിരുന്നു. നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 13/10/2024 ആണ്. അതായത് ഈ മാസം 13-ാം തീയതിയാണ് അപ്ലൈ ചെയ്യാനുള്ള അവസാനത്തെ ഡേറ്റ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കുമുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. വേക്കൻസീസ് ഒക്കെ ഇനിയും കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ എല്ലാവരും എന്തായാലും അപ്ലൈ ചെയ്യുക. ഇതിന് എലിജിബിൾ ആയിട്ടുള്ള എല്ലാ ആസ്പിറൻസും എന്തായാലും നമ്മുടെ എക്സാമിന് അപ്ലൈ ചെയ്യുക. വളരെയധികം ആസ്പിറൻസ് ഉറ്റുനോക്കുന്ന ഒരു എക്സാമും കൂടിയാണ് NTPC എന്ന് പറയുന്നത്. കാരണം നമ്മുടെ SSCന്റെ ലെവൽ അത്രയും വരികയില്ല, എന്നാൽ നല്ല പോസ്റ്റുമാണ്, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സാലറിയും കൂടെയുള്ള പോസ്റ്റാണ്. അപ്പൊ എല്ലാവരും അപ്ലൈ ചെയ്യുക കേട്ടോ. ഇനി നമ്മുടെ CBT 1 എന്തൊക്കെയാണ് എക്സാം പ്രൊസീജിയേഴ്സ് എന്ന് നമുക്ക് ഫസ്റ്റ് നോക്കാം. CBT 1 കഴിഞ്ഞതിന് ശേഷം CBT 1 ഒരു സ്ക്രീനിങ് പ്രോസസ്സാണ്. അതിനുശേഷം CBT 2 ഉണ്ടായിരിക്കും. അതിനുശേഷം CBAT സൈക്കോമെട്രിക് ടെസ്റ്റിനും ശേഷമാണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വരുന്നത്. അതിനുശേഷം മെഡിക്കൽ ടെസ്റ്റും പിന്നീടാണ് അതിനുശേഷമാണ് ഫൈനൽ അലോക്കേഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ബേസിക് ആയിട്ട് നമുക്ക് ഈ ജോലിയിലേക്ക് എത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇത്. ഈ കടമകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്ന ആ ജോലിയിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കാം. അപ്പോൾ ഈ ജോലി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എവിടെയായിരിക്കും പോസ്റ്റിംഗ് ഉണ്ടായിരിക്കുക? എന്തായിരിക്കും നമ്മുടെ ഫസ്റ്റ് പോസ്റ്റിംഗ് എന്നാണ് നമ്മൾ നോക്കുന്നത്. അറ്റ് സ്റ്റേഷൻ ആസ് എ അസിസ്റ്റന്റ് സ്റ്റേഷൻ മാസ്റ്റർ ASM. അതായത് നമുക്ക് ഒരു സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ ഒരു സ്റ്റേഷന്റെ എല്ലാ ചുമതലകളും ആ ഒരു സ്റ്റേഷൻ മാസ്റ്റർക്കായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പം നമ്മൾ ആദ്യം തന്നെ ചെന്ന് നമുക്ക് സ്റ്റേഷൻ മാസ്റ്റർ ആവാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? അസിസ്റ്റന്റ് സ്റ്റേഷൻ മാസ്റ്റർ ആയിട്ടാണ് നമ്മൾ ആദ്യം നിൽക്കേണ്ടി വരിക. അപ്പൊ അതായത് സ്മോളർ ഹോൾട്ട് ജംഗ്ഷൻ എല്ലാ ടൈപ്പ് സ്റ്റേഷനിലും നമുക്ക് എന്തുണ്ടായിരിക്കും? പോസ്റ്റിംഗ് ഉണ്ടായിരിക്കാം. ഓക്കെ, XY സിറ്റി, ഏത് സിറ്റിയിലും XYZ സിറ്റി, X സിറ്റി ആവാം, Y സിറ്റി ആവാം, Z സിറ്റി ആവാം, ഏത് സിറ്റിയിലും നിങ്ങൾക്ക് പോസ്റ്റിംഗ് ഉണ്ടായിരിക്കാം. ഈ X സിറ്റി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? X സിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രൈം ആയിട്ടുള്ള സിറ്റീസ്, മെട്രോ സിറ്റീസ് പോലെയുള്ള സിറ്റീസ് ആവാം. Y സിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ X സിറ്റീനേക്കാൾ അത്രയും ഡെവലപ്ഡ് അല്ലാത്ത സിറ്റീസ്. Z സിറ്റീസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി റൂറൽ ആയിട്ടുള്ള അത്രയും ഡെവലപ്ഡ് അല്ലാത്ത സിറ്റീസ് ആയിരിക്കും XYZ. ഇനി ഡ്യൂട്ടി ടൈം വരുന്നത് 8 മുതൽ 12 മണിക്കൂർ വരെയാണ് നമുക്ക് ഡ്യൂട്ടി ടൈം വരുന്നത്. ഡിപ്പെൻഡിങ് ഓൺ പോസ്റ്റിംഗ് പ്ലേസ്. നമുക്ക് റൂറൽ ആയിട്ടുള്ള ഏരിയയിൽ പോസ്റ്റിംഗ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ മെട്രോപൊളിറ്റൻ ഏരിയയിൽ പോസ്റ്റിംഗ് ഉണ്ടായിരിക്കാം. അത്രയും ഇല്ലാത്ത ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള സിറ്റീസിൽ പോസ്റ്റിംഗ് ഉണ്ടായിരിക്കാം. അപ്പൊ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഡ്യൂട്ടി ടൈമും വരുന്നത്. 8 മുതൽ 12 മണിക്കൂർ വരെയാണ് നമുക്ക് ഡ്യൂട്ടി ടൈം ഉണ്ടാവുക. ഇതൊരു ഷിഫ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ജോബാണ്. വീക്ക്ലി നമുക്ക് ഒരു ഓഫ് ആണ് ഉണ്ടാവുക. അപ്പൊ സൺഡേ ആണ് മാൻഡേറ്ററി ഓഫ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അത് നമ്മുടെ അവിടുത്തെ സ്റ്റേഷനിലെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് വീക്ക്ലി നമുക്ക് ഒരു ദിവസം ഓഫ് ആയിരിക്കും. റെഡി? ഇത് നമ്മളുടെ സാലറി ആൻഡ് അലവൻസസ് ആണ് അല്ലേ. നമ്മളൊരു ജോലിയിലേക്ക് ആകർഷിക്കുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് എന്താണ്? ഉറപ്പായിട്ടും സാലറി തന്നെയാണ് അല്ലേ. അപ്പൊ സാലറി നോക്കുകയാണെങ്കിൽ ബേസിക് സാലറി വരുന്നത് 35,400 ആണ്. നമ്മൾ കണ്ടു. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് ബേസിക് പേ ആണെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇനി ഡിയർനെസ് അലവൻസ് വരുന്നത് 17,700 ആണ്. 17,700 രൂപയാണ് ഡിയർനെസ് അലവൻസ് വരുന്നത്. ഇനി HRA വരുന്നത് X സിറ്റി ആണെങ്കിൽ
10,260 രൂപയും, വൈ സിറ്റി ആണെങ്കിൽ 7,080 രൂപയും, സെറ്റ് സിറ്റി ആണെങ്കിൽ 3,540 രൂപയുമാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ സിറ്റിക്ക് അനുസരിച്ച് നമ്മുടെ HRA മാറിക്കൊണ്ടിരിക്കും. ഹോം റെന്റ് അലവൻസ് അല്ലേ, കാരണം ഓരോ സിറ്റീസിലും എന്താണ് ഓരോ അലവൻസ് ആണ്. ഇപ്പൊ എക്സ് സിറ്റിയിലുള്ള അത്രയും എന്തുണ്ടാവില്ല, നമുക്ക് ഹോം റെന്റ് സെറ്റ് സിറ്റിയിൽ വരില്ല. അതുകൊണ്ടാണ് ഈ അലവൻസസും മാറുന്നത്. ഇനി ട്രെയിൽ അലവൻസ് ആണെങ്കിൽ 5,400 ആണ് നമുക്ക് ലഭിക്കുന്നത്. വൈ ആൻഡ് സെറ്റ് എക്സ് സിറ്റിയിൽ, വൈ ആൻഡ് സെറ്റ് സിറ്റി ആണെങ്കിൽ 2,700 ആണ്. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് എന്ത് ലഭിക്കും, നൈറ്റ് ഡ്യൂട്ടി അലവൻസസ്, നാഷണൽ ഹോളിഡേ അലവൻസസ്, അങ്ങനെയുള്ള അലവൻസസ് നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ഡെയിലി ഇതെന്താണ്, ഒരു ഓഫീസ് ഡ്യൂട്ടി അല്ല, ഓഫീസിൽ ഇരുന്ന് നമ്മൾ ലാപ്ടോപ്പിൽ ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ഡ്യൂട്ടി അല്ല നമ്മുടെ സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്നത്. നമുക്ക് ട്രാവലിംഗ് ചെയ്യേണ്ടി വരും അല്ലേ. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ട്രാവലിംഗ് അലവൻസ് വരുന്നത് എത്രയാണ്, 1,000 പെർ ഡേ, 1,000 രൂപ പെർ ഡേ ആണ് നമുക്ക് ട്രാവലിംഗ് അലവൻസ് വരുന്നത്. ഇത് നമ്മുടെ ഈ 35,400 കൂടെ നമ്മൾ ഈ പറഞ്ഞ എല്ലാ തരത്തിലുള്ള അലവൻസസും എല്ലാം കൂടെ കൂട്ടുമ്പോൾ ഒരു 55,000 മുതൽ 70,000 വരെ നമുക്ക് ഇൻ ഹാൻഡ് കിട്ടുന്ന ജോലിയാണ് നമ്മുടെ സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്നത്. വളരെ നല്ലൊരു സാലറിയാണ് അല്ലെ. നമുക്ക് ബിഗിനിങ് തന്നെ 55,000 മുതൽ 70,000 രൂപ വരെ നമ്മുടെ ഇൻ ഹാൻഡ് സാലറി എന്ന് പറയുന്നത് വെരി വെരി ഗുഡ്. നമുക്ക് ഭയങ്കര എന്താ പറയാ, നമുക്ക് ഒരു ഏറ്റവും നല്ല ഒരു സാലറിയാണ് ഈ ഒരു സാലറി, ഈ ഒരു പേ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് കിട്ടുന്ന ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്, റെയിൽവേ ക്വാർട്ടേഴ്സ് നമുക്കും ഫാമിലിക്കും റെയിൽവേ ക്വാർട്ടേഴ്സ് ലഭിക്കുന്നതാണ്. കൂടാതെ നമുക്ക് എന്തെങ്കിലും അസുഖം വരികയാണെങ്കിൽ നമുക്ക് ഭയങ്കരമായ ചെലവുകളില്ലാതെ റെയിൽവേ ഹോസ്പിറ്റലിൽ നമുക്ക് ഫ്രീ ആയിട്ട് ചികിത്സിക്കാവുന്നതാണ്. കൂടാതെ റെയിൽവേ ഗ്രൗണ്ടുകൾ, നിങ്ങളൊരു സ്പോർട്സ് പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ റെയിൽവേ ഗ്രൗണ്ടുകൾ ആക്സസ് ചെയ്യാവുന്നതാണ്. കൂടാതെ ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ, പാസ്, 1,000 രൂപ വരുന്ന ഒരു ടിക്കറ്റിന് നിങ്ങൾക്ക് ട്രെയിൻ ടിക്കറ്റിന് നിങ്ങൾക്ക് 300-200 രൂപ, അങ്ങനെ പാസുകൾ 300-200 രൂപയെ ചിലവാവുള്ളൂ. അപ്പൊ ട്രെയിൻ പാസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, നമ്മൾ ട്രെയിനിൽ ഇരിക്കുന്ന സമയത്ത് ചില ആൾക്കാർക്ക് ടിക്കറ്റ് ഉണ്ടാവില്ല. അപ്പൊ അവരടുത്ത് ചോദിക്കുമ്പോൾ അവരുടെ ID കാർഡ് കാണിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാരണം അവരെന്താണ്, അവര് റെയിൽവേ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. കൂടാതെ സ്കൂൾ ഓർ കോളേജ് പാസ് ഫോർ ചൈൽഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മേജർ ആയിട്ടുള്ള ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുമ്പോൾ ലീവ് എത്രയാണ്, നമുക്ക് ആവശ്യത്തിലധികം ലീവുകളുണ്ട്. ഓക്കെ, ലീവ് നോക്കുമ്പോൾ ലീവ് ഓൺ ആവറേജ് പേ എന്ന് പറയുന്നത് 30 പെർ ഇയർ ആണ്. അതായത് നമ്മുടെ സൺഡേ കൂടാതെ, വീക്കിലി ഓഫ് കൂടാതെ 30 പെർ ഇയർ ആണ് ലീവ് വരുന്നത്. ലീവ് ഓൺ ഹാഫ് ആവറേജ് LHAP 20 പെർ ഇയർ ആണ്. കാഷ്വൽ ലീവ്സ് എത്രയാണ്, 10 ലീവ്സ് ആണ്. 10 പെർ ഇയർ ആണ് കാഷ്വൽ ലീവ്സ് വരുന്നത്. അപ്പൊ നിറയെ ലീവുകൾ നമുക്ക് ഉണ്ടല്ലോ, ഇത്രയും ലീവുകൾ എടുത്ത് നമ്മൾ എവിടെയും പോകാൻ പോകുന്നില്ല. അപ്പൊ ഇത്രയും ലീവുകൾ നമുക്ക് ഉണ്ട് സൺഡേ കൂടാതെ തന്നെ. നെക്സ്റ്റ് വരുന്നത് ദിവാലി ബോണസ് ആണ്. 78 ഡേ സാലറി, 17,951 ആണ് ദിവാലി ബോണസ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ അസിസ്റ്റന്റ് സ്റ്റേഷൻ മാസ്റ്റർ ആയിട്ടാണ് ജോലിയിൽ കയറുക നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. അതിനുശേഷം നമ്മൾ പ്രൊമോഷൻ ലഭിച്ച് നമ്മൾ സ്റ്റേഷൻ മാസ്റ്റർ ആണ് ആവാൻ പോകുന്നത്. പിന്നീട് നമുക്ക് പ്രൊമോഷൻ ലഭിക്കുമ്പോൾ സ്റ്റേഷൻ സൂപ്രണ്ടന്റും, പിന്നീട് അസിസ്റ്റന്റ് ഓപ്പറേറ്റിംഗ് മാനേജർ, പിന്നീട് ഡിവിഷണൽ ഓപ്പറേറ്റിംഗ് മാനേജർ, പിന്നെ നമ്മൾ അടിപൊളിയായിട്ട് അതായത് നല്ലതായിട്ട് പെർഫോം ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് സീനിയർ ഡിവിഷണൽ ഓപ്പറേറ്റിംഗ് മാനേജർ വരെ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇത്രയാണ് മേജർ ആയിട്ടുള്ള പ്രൊമോഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇത്രയുമാണ് പ്രൊമോഷൻ ലഭിച്ചത്. അതായത് അസിസ്റ്റന്റ് സ്റ്റേഷൻ മാസ്റ്റർ ആയിട്ട് നിങ്ങൾ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് സീനിയർ ഡിവിഷണൽ ഓപ്പറേറ്റിംഗ് മാനേജർ ആയിട്ട് റിട്ടയർ ചെയ്യാൻ പറ്റും. അതായത് ഏറ്റവും നല്ലൊരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. റെഡി? ഇനി ഏറ്റവും നല്ലൊരു പോസ്റ്റാണ്, അതായത് റെയിൽവേയിൽ നിങ്ങൾക്ക് എയിം ചെയ്യാൻ പറ്റുന്ന, നമ്മൾക്ക് അടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് സ്റ്റേഷൻ മാസ്റ്റർ എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം 55,000 മുതൽ 70,000 വരെയാണ് സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ഈ ഡ്രീം ജോലിയിലേക്ക് ഏറ്റവും കൂടുതൽ ആസ്പിറൻസ് എയിം ചെയ്യുന്ന ഒരു എക്സാമും കൂടിയാണ് NTPC എന്ന് പറയുന്നത്. കാരണം കോമ്പറ്റീഷൻ വളരെ വലുതാണ്. എന്നാൽ ഈ ഒരു കോമ്പറ്റീഷനിൽ പോലും നമ്മൾ നന്നായി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇനിയും പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ടൈം ഉണ്ട് അല്ലേ. അപ്പൊ നമ്മുടെ സൈലം SSC RRBയിൽ ടിക്കറ്റ് ടു സക്സസ് ബാച്ച് ഓൾറെഡി സക്സസ്ഫുള്ളി റണ്ണിങ് ആണ്. അപ്പൊ നമ്മളെക്കാൾ ഓൾറെഡി കുറെ പേര് പഠിച്ചു തുടങ്ങി നമ്മുടെ കേരളത്തിൽ തന്നെ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ ഒരിക്കലും ബാക്കിലായി പോകരുത്. കാരണം ഒറ്റയ്ക്ക് പ്രിപ്പയർ ചെയ്യാം എന്ന് പറയുന്ന ആ ഒരു തെറ്റായ തീരുമാനം എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ ഡ്രീം ജോലിയിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല. കാരണം കൃത്യമായി എന്താണ് പഠിക്കേണ്ടത്, എവിടെ വരെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായ ധാരണയോടെയാണ് നമ്മുടെ സൈലം SSC RRBയിൽ എല്ലാ കോഴ്സുകളും റൺ ചെയ്യുന്നത്.
ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് ടിക്കറ്റ് ടു സക്സസ് ബാച്ച് 2.0 എന്ന് പറയുന്ന നമ്മുടെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എല്ലാവരുടെയും അതായത് നമ്മുടെ NTPC ടിക്കറ്റ് ടു സക്സസ് ബാച്ച് ലോഞ്ച് ചെയ്ത സമയത്ത് എപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരിക, നോട്ടിഫിക്കേഷൻ വന്നിട്ട് ജോയിൻ ചെയ്യാം എന്ന് പറഞ്ഞിരുന്ന കുറേ അധികം ആസ്പിറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ എല്ലാവരുടെയും റിക്വസ്റ്റ് കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ടിക്കറ്റ് ടു സക്സസ് ബാച്ച് 2.0 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഉടനെ തന്നെ ജോയിൻ ചെയ്യാം. നിങ്ങളുടെ സ്വപ്ന ജേണിയിലേക്ക് നമ്മളും നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് നേടാം. അപ്പോൾ എല്ലാവരും നമ്മുടെ ടിക്കറ്റ് ടു സക്സസ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ ടിക്കറ്റ് ടു സക്സസ് ബാച്ചിന്റെ ഫീസ് എന്ന് പറയുന്നത് 3,999 ആണ്. ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 9-ാം തീയതി മുതലാണ്. കോഴ്സ് വാലിഡിറ്റി 1 ഇയർ ആണ്. അപ്പോൾ റെയിൽവേയിൽ ഒരു ജോലിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ വേഗം തന്നെ ജോയിൻ ചെയ്യുക ടിക്കറ്റ് ടു സക്സസ് ബാച്ച് 2.0. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ബാച്ചിൽ കാണാം. അപ്പോൾ താങ്ക് യു.